അതിരപ്പള്ളിയിൽ കാട്ടാൻ ആക്രമണത്തിൽ ഗൃഹനാഥൻ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് വനമന്ത്രി പ്രഖ്യാപിച്ച പ്രത്യേക ദൌത്യം ആരംഭിച്ചു. വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ ഇന്ന് രാവിലെ മുതൽ വിവിധ പ്രദേശങ്ങളിൽ കാട്ടാനകളെ തുരത്താൻ നടപടി തുടങ്ങി. ചാലക്കുടി പുഴയിലും പ്ലാന്റേഷൻ മേഖലയിലും നിലയുറപ്പിച്ചിരുന്ന ആനകളെയാണ് വിരട്ടി ഓടിച്ചത്. അതിരപ്പള്ളി വെറ്റിലപ്പാറയ്ക്കടുത്ത് കഴിഞ്ഞ ദിവസമാണ് ഒരു ഗൃഹനാഥൻ കാട്ടാനയുടെ ആക്രമണത്തിൽ മരിച്ചത്. അതിനുശേഷം വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായി. അതിനോടൊപ്പം തന്നെ ഈ സ്ഥലത്ത് മന്ത്രി ഷിബു ബേബി ജോൺ എത്തുകയും ഈ നാട്ടുകാർക്ക് കുറച്ച് ഉറപ്പുകളൊക്കെ തന്നെ നൽകിയിരുന്നു. അങ്ങനെ നൽകിയതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉറപ്പ് എന്ന് പറയുന്നത് ഈ ആനകളെ എത്രയും പെട്ടെന്ന് പ്രായോഗികമായി ഇവിടെ നിന്ന് തുരത്തുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ആരംഭിക്കും, അതിനുവേണ്ടി ഒരു സ്പെഷ്യൽ ഡ്രൈവ് ആരംഭിക്കും എന്നുള്ളതാണ്. അങ്ങനെയുള്ള ഈ മന്ത്രി പ്രഖ്യാപിച്ച പ്രത്യേക ദൗത്യം ഇന്നിപ്പോൾ ആരംഭിച്ചു. ഇന്ന് രാവിലെ മുതൽ തന്നെ ആനകളെ കാടുകയറ്റുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തിലാണ് ഈ മേഖലയിലൊക്കെ തന്നെയുള്ള വനംവകുപ്പ് ഉദ്യോഗസ്ഥർ. കൂടുതൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെയും ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അവരെല്ലാവരും ചേർന്നുകൊണ്ട് ഇത്തരത്തിൽ ആനകളെ കാടുകയറ്റാനുള്ള ശ്രമമാണ് നടത്തുന്നത്. പ്രധാനമായും ആ കാട്ടാനാക്രമണം ഉണ്ടായിടത്ത് മാത്രമല്ല, അതിരപ്പള്ളി പ്ലാന്റേഷൻ, അതിരപ്പള്ളി ജനവാസ മേഖല, അങ്ങനെയുള്ള എല്ലാ ഇടങ്ങളിൽ നിന്നും ഈ ആളുകൾക്ക് നേരെ ആക്രമണം ഉണ്ടാകാത്ത രീതിക്ക് ആനകളെ തുരത്തുന്നതിന് വേണ്ടിയുള്ള നടപടികളാണ് വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഇന്നിപ്പോൾ രാവിലെ ചാലക്കുടി പുഴയിലാണ് ഈ ആനകൾ ഉണ്ടായിരുന്നത്. ഏകദേശം 5ഓളം ആനകൾ ഉണ്ടായിരുന്നു. ആ ആനകളെ പിന്നീട് അവിടെ നിന്നും ഈ RRT സംഘം തുരത്തുകയാണ് ചെയ്തത്. നേരെ ഈ ആനകൾ ചാലക്കുടി പുഴയിൽ നിന്നും പ്ലാന്റേഷൻ മേഖലയിലേക്ക് വരികയും പ്ലാന്റേഷൻ മേഖലയിൽ നിന്ന് വനപ്രദേശത്തിന് ഭാഗത്തേക്ക് ആനകളെ തുരത്തുകയാണ് നിലവിൽ ചെയ്തിട്ടുള്ളത്. അതേസമയം തന്നെ ഈ പ്ലാന്റേഷൻ മേഖലയും ആന നിലയുറപ്പിക്കുകയാണെങ്കിൽ ഇവിടുത്തെ തൊഴിലാളികൾക്ക് അതൊരു ഭീതിജനകമായ ഒരു അന്തരീക്ഷമാണ്. അവർക്കും അവരുടെ ജീവന് ഒരു ആപത്തുണ്ടാക്കുന്ന തരത്തിൽ ആനകളുടെ പ്രവൃത്തികൾ ഉണ്ടാകുമോ എന്നൊരാശങ്ക അവരും പങ്കുവയ്ക്കുന്നുണ്ട്. അല്പസമയം മുമ്പ് എന്തായാലും ഈ വഴിയിലൂടെയാണ് ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ആനകളെല്ലാം തന്നെ തുരത്തി കാടിന്റെ ഭാഗത്തേക്ക് വിട്ടത്. ആനയെ തുരത്തുന്നതിന്റെ ഗംഭീരമായിട്ടുള്ള നല്ല കാണാൻ പറ്റും. പ്രത്യേക സംഘങ്ങളായി തിരിഞ്ഞാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഈ പരിശോധനകളൊക്കെ തന്നെ നടത്തുന്നത്. കഴിഞ്ഞ ദിവസം ഗൃഹനാഥനെ കൊലപ്പെടുത്തിയ ആ മേഖലയിൽ ആനയുടെ സാന്നിധ്യം തുടർച്ചയായി ഉണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ എന്തായാലും പരിശോധിക്കുന്നുണ്ട്. അങ്ങനെ ഒരേ ആനകൾ തന്നെയാണ് ആ ഭാഗത്തേക്ക് വരുന്നതെങ്കിൽ അവയെ അവിടെ നിന്ന് മാറ്റുന്നതിന് വേണ്ടിയുള്ള നടപടികളും ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും. അതിനുവേണ്ട ക്രമീകരണങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട് ഇന്ന്. ഇനി ഏതു തരത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യേണ്ടതെന്ന് ആനകളെ നിരീക്ഷിച്ച ശേഷം, അവിടുത്തെ സാഹചര്യമൊക്കെ നിരീക്ഷിച്ച ശേഷമായിരിക്കും വനംവകുപ്പ് തീരുമാനമെടുക്കുക. സുജീവ് പട്ടാമ്പിക്കൊപ്പം MS ലിഷോയ്, മാതൃഭൂമി ന്യൂസ്, തൃശൂർ.